നീ ഇപ്പോഴനുഭവിക്കുന്ന അനവധി നിരവധിയായിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണം എന്താണ് ഒന്ന് ചിന്തിച്ചു നോക്കണം പ്രിയപ്പെട്ടവരെ. ഈ പ്രഭാതത്തിൽ നിങ്ങൾ പലതിനെ ഓർത്ത് വിചാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലതിനെ ഓർത്ത് വിചാരപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ പ്രഭാതത്തിൽ ഉണരുന്നത്. ചിലർക്ക് എന്താണ് ഇന്ന് കൊടുത്തു തീർക്കാനുള്ള പണം ഞാൻ എവിടുന്ന് കണ്ടെത്തും, ചിലർക്ക് കുഞ്ഞിന്റെ ഫീസ് കൊടുക്കാൻ എവിടുന്ന് കണ്ടെത്തും, ചിലർക്കോ നമ്മുടെ രോഗത്തിന്റെ വേദനയാണ് ഏത് ഹോസ്പിറ്റലിൽ പോകും അതിന് ഞാൻ എവിടെ പണം കണ്ടെത്തും, ചിലർ മരണഭീതിയിലാണ്. പിന്നെയോ അതിനേക്കാൾ എല്ലാക്കാൾ ഉപരി എന്താണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്ത ചില തെറ്റുകള്. ഒരുപക്ഷെ ഇന്നലെ നീ മദ്യപിച്ചതിനോട്ട് ഇന്ന് ദുഃഖിക്കുന്നുണ്ട്. വേണ്ടായിരുന്നു ഭാര്യയുടെ മുമ്പിൽ ഇപ്പോഴാണ് മുഖത്ത് നേരിട്ട് നോക്കാനുള്ള ധൈര്യമില്ലാതെയായിരിക്കുന്നു. മദ്യപിച്ചിട്ട് എന്തൊക്കെയാണ് വിക്രിയൽ കാണിച്ചതെന്ന് അവർ തന്നെ അറിയത്തില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ പൗരുഷം നഷ്ടപ്പെടുന്നു, കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പിതാവ് എന്നുള്ള പറഞ്ഞ അധികാരം നഷ്ടപ്പെടുന്നു. പാപം ചെയ്യുന്ന ഒരു പുരുഷന്മാർക്കും തന്റെ വീട്ടിലെ ആരെ ഉപദേശിപ്പാൻ ധൈര്യം കിട്ടത്തില്ല. നമുക്ക് പ്രിയപ്പെട്ടവരെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ അനേക തെറ്റുകളല്ലയോ നമ്മളെ ഈ ദിവസങ്ങളിൽ ഈ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവന്നത്. കുടുംബ തകർച്ചയ്ക്ക് കാരണം അതല്ലയോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ കുഞ്ഞുങ്ങളെ ഉപദേശിപ്പാൻ കഴിയാത്തവണ്ണം അവർ വഴിതെറ്റി പോകുമ്പോൾ ദീർഘവിശ്വാസം ഉതിർക്കുവാൻ മാത്രമേ നിങ്ങൾക്ക് കഴിയുന്നുള്ളൂ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മളെ സ്നേഹിക്കുന്ന കർത്താവിലേക്ക് തിരിയണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും സന്തോഷമോ സമാധാനമോ വേണമെങ്കിൽ മരിക്കുന്ന സമയത്ത് കിടന്ന് നിലവിളിക്കുന്നതിനേക്കാൾ ഉപരി സന്തോഷത്തോടെ മരണനദി കടക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന, നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കാതിരിക്കുന്ന, നമ്മളെ എപ്പോഴും വിശുദ്ധന്മാരായിട്ട് സൂക്ഷിക്കുന്ന ഈ ദൈവകൃപയിലേക്ക് നിങ്ങൾ ഫലമേൽപ്പിക്കണം പ്രിയപ്പെട്ടവരെ.